ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ലൈൻ PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവർ അടിച്ചു കയറ്റുന്ന ഓരോ ആണികളായി മാറും എന്ന ഉദ്ധരണി ആരുടേതാണ്? ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത്? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം? 1920 കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനം. സ്റ്റോറി ഓഫ് മൈ ഡീപ്പോർട്ടേഷൻ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ലാലാ ലജ്പത് റായ്. ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് 1928 ഒക്ടോബർ 30 ലാഹോറിൽ വെച്ച് ലജ്പത് റായിക്ക് പോലീസ് ലാത്തിച്ചാർജിൽ ഗുരുതരമായ പരിക്കേറ്റത്? സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. അൺഹാപ്പി ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത്? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിക്കെതിരെ നടന്ന ലാത്തിച്ചാർജിന് ഉത്തരവിട്ട പോലീസ് സൂപ്രണ്ടാര്? ജെയിംസ് എ സ്കോട്ട്. ലാലാ ലജ്പത് റായ് അന്തരിച്ചതെന്ന്? 1928 നവംബർ 17. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരാൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ? ജോൺ പി സാൻഡേഴ്സ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ലാലാ ലജ്പത് റായ്. 1921 ലാലാ ലജ്പത് റായ് ലാഹോറിൽ രൂപവൽക്കരിച്ച സംഘടന ഏത്? സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റി. യുവാക്കളിൽ വിപ്ലവ വീര്യമുണർത്തുന്നതിനായി 1926 ഭഗത് സിംഗ് സ്ഥാപിച്ച വിപ്ലവ സംഘടന? നവ്ജവാൻ ഭാരത് സഭ. ഭഗത് സിംഗ് മുഴക്കിയതിലൂടെ പ്രസിദ്ധി നേടിയ മുദ്രാവാക്യം? ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാര്? മുഹമ്മദ് ഇക്ബാൽ. 1929 ഏപ്രിൽ 8 ആർക്കൊപ്പം ചേർന്നാണ് ഭഗത് സിംഗ് നിയമസഭയിൽ ബോംബെറിഞ്ഞത്? BK ദത്ത്. ഏത് കേസിലാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത്? ലാഹോർ ഗൂഢാലോചന കേസ്. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഹൃത്തുക്കളെയും തൂക്കിലേറ്റിയത് ഏത് ജയിലിൽ വെച്ചായിരുന്നു? ലാഹോർ സെൻട്രൽ ജയിൽ. എനിക്ക് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നിയിരുന്നു, പക്ഷെ ഞാൻ മൗനം ഭജിച്ചു. അപ്പോഴേക്കും എല്ലാം അവസാനിച്ചിരുന്നു. ഭഗത് സിംഗിന്റെ തൂക്കിക്കൊലയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതാര്? ജവഹർലാൽ നെഹ്റു. വിപ്ലവ ചൈതന്യത്തിന്റെ പ്രതീകമായിരുന്നു സർദാർ ഭഗത് സിംഗ്. ആ ചൈതന്യം അജേയമായിരുന്നു. അത് കൊളുത്തിയ അഗ്നിനാളം കെട്ടടങ്ങുകയില്ല. ഇപ്രകാരം പറഞ്ഞത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിൽ ഭഗത് സിംഗിന്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാര്? ജവഹർലാൽ നെഹ്റു. വൈ ഐ ആം ആൻ ഏതിയസ്റ്റ് എന്ന കൃതി രചിച്ചതാര്? ഭഗത് സിംഗ്. നിയമസഭയിൽ ബോംബെറിഞ്ഞ കേസിൽ ഭഗത് സിംഗിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ? ആസിഫ് അലി. ഒറീസയിലെ കട്ടക്കിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? സുഭാഷ് ചന്ദ്രബോസ്. ബോസ് സഹോദരന്മാർ എന്ന് ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആരൊക്കെ? ശരത് ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ്. ഞാൻ ഒരു നേതാവിനെ കണ്ടെത്തി, അദ്ദേഹത്തെ പിന്തുടരുവാനും തീരുമാനിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ആരെപ്പറ്റിയാണ് ഇപ്രകാരം പറഞ്ഞത്? ചിത്തരഞ്ജൻ ദാസ്. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷനായി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 1938 നടന്ന
ഹരിപുര സമ്മേളനത്തിൽ വെച്ച്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.